ഇന്ന് നമ്മുടെ കളർ പെൻസിൽസിൽ മലയാളം ക്ലാസ്സാണ്. മലയാളം അക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കുന്ന വ്യഞ്ജനാക്ഷരങ്ങൾ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ത എന്ന അക്ഷരമാണ്. ത. ഇതിന് മുന്നേ ഉള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ത എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കിയേ. ത. അതിൻ്റെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ THA. ത. എൻ്റെ വേർഡ്സ് നമുക്ക് നോക്കാം. ത ചേർന്ന് വരുന്നത് തത്ത. തത്തയുടെ ആദ്യത്തെ അക്ഷരം ത. പാരറ്റ്, പാരറ്റ്. അടുത്തത് തക്കാളി, തക്കാളി. ടൊമാറ്റോ. തക്കാളിയുടെ ആദ്യത്തെ അക്ഷരമാണ് ത. ഒന്നുകൂടെ നോക്കാം. തടി, തടി. വുഡിനാണ് തടി എന്ന് പറയുന്നത്. തടിയുടെ ഫസ്റ്റ് ലെറ്റർ തായാണ്. അപ്പോൾ നമ്മൾ തായാണ് പഠിച്ചത്. ത എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ത. നിങ്ങളിങ്ങനെ പറഞ്ഞ് എഴുതി പഠിക്കണം. ഇതിൻ്റെ ഓരോ എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിരിക്കുന്നത് അത് പറഞ്ഞ് പഠിക്കാൻ വേണ്ടിയിട്ട് ആണ്. ത. അടുത്ത ലെറ്റർ നോക്കാം. ഥ. ഥ. ത കഴിഞ്ഞ് ഥ. സെക്കൻഡ് ലെറ്ററാണ് ഥ. അത് എഴുതുന്നത് നോക്കാം. ഥ. ഇതിൻ്റെയും ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട്. THA. ഥ. ഥ. ഇത് ചേർന്ന് വരുന്ന വേർഡ്സ് നോക്കാം. ഥ. രഥം. ഥ ചേർന്ന് വേർഡ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. രഥം. ചാരിയോട്ട്, ചാരിയോട്ട്. ഥ. ദശരഥൻ, ദശരഥൻ, ദശരഥൻ. ഇതിന് എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം. ഥ. 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 നമ്മൾ കുറേ ലെറ്റേഴ്സ് പഠിച്ചുകൊണ്ട് ഇതൊക്കെ എഴുതാനിപ്പം എളുപ്പമായിരിക്കും. ഥ. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ദ. മൂന്നാമത്തെ അക്ഷരമാണ് ദ. ദ. ദ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ദ. അതിൻ്റെ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് നോക്കിയേ. DA. ഇതിനെ ദ എന്നാണ് മലയാളത്തിൽ വായിക്കുന്നത്. ദ. ദന്തം, ദന്തം. ടീത്ത്, ടീത്ത്. ദന്തം. ദ. ദർപ്പണം, ദർപ്പണം. ദർപ്പണം എന്നാൽ മിറർ, കണ്ണാടി. കണ്ണാടിക്കാണ് ദർപ്പണമെന്ന് പറയുന്നത്. ദ എഴുതാൻ പഠിക്കാം. ഇതുവരെയുള്ള ലെറ്റേഴ്സ് എഴുതിയവർക്കൊക്കെ ഇതൊക്കെ വളരെ ഈസി ആയിരിക്കും. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച എല്ലാ അക്ഷരങ്ങളും വീണ്ടും വീണ്ടും എഴുതി പറഞ്ഞ് പഠിക്കണം. ദ. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ത. ത പഠിച്ചു, ഥ പഠിച്ചു, ദ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഥ. ഇതുവരെ പഠിച്ച എല്ലാ അക്ഷരങ്ങളും നിങ്ങൾ വീണ്ടും വീണ്ടും അതിൻ്റെ വേർഡ്സോട് കൂടി പറഞ്ഞ് എഴുതി പഠിക്കണം. ഥ. അത് ദ. ത. ഥ. ദ. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. പുതിയ ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.